ഹലോ ഫ്രണ്ട്സ്, ഞാനിതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഒരു ചിക്കൻ ബിരിയാണി, ഒരു വെറൈറ്റി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കും, എന്നിട്ട് നിങ്ങളതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോടൊന്ന് പറയണം. ഒരു തമിഴ്നാട് സ്റ്റൈൽ, മദ്രാസ് ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. നമുക്ക് ആ പാകത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തോട്ട് 2 പട്ട കറുവാപ്പേട്ട നമുക്കിടാം. അതിന് ശേഷം കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക, കുറച്ച് ബേ ലീഫ്, ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി നമുക്കെടുക്കാം. അതിനുശേഷം നമുക്കിതിനിപ്പോൾ ആവശ്യത്തിനുള്ള സവാള നമുക്കിതിനകത്തോട്ട് ചേർക്കാം. നമുക്ക് സവാള ഏകദേശം 1/2 കിലോ സവാളയാണ് ഞാനകത്ത് ചേർത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന അരി ഏകദേശം 3/4 കിലോ അരിയാണ്. ചിക്കൻ ഏകദേശം 1.25 കിലോ ചിക്കനുമുണ്ട്. നമുക്ക് ഏകദേശം 1/2 കിലോ ഒരു ഒനിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പതുക്കെ ഈ എണ്ണയിലിട്ട് ഒന്ന് നമുക്ക് സോട്ട് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാൻ നോക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും തീ കുറച്ച് മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് അടുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 10 പച്ചമുളക്, നമ്മുടെ ഗ്രീൻ ചില്ലിയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനെ ഒരു മൂടിയെടുത്ത് നമുക്കതിനെ അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കതിനെ ഒന്ന് അടച്ചു വെച്ചിരിക്കുക. ഇടയ്ക്ക് നമുക്ക് പേടിയുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എനിക്ക് പേടിയുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി, കണ്ടില്ല, ദാണ്ട് ആവി വരുന്നു. ഞാൻ പൊക്കി നോക്കി ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു, കാരണം അടുക്ക് പിടിക്കുമോ എന്നുള്ളൊരു പേടി കാരണം. അടുക്കൊന്നും പിടിച്ചിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അതിനെ നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം നല്ലോണം ഇത് വഴന്നു വരണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് നമ്മുടെ ഈ ബിരിയാണിക്ക് കിട്ടത്തുള്ളൂ. നമുക്കങ്ങനെ വീണ്ടും അതിനോട് അടച്ചു വെക്കാൻ പോവുകയാണ്. അടച്ചു. ഇനി നമുക്ക് നോക്കാം. വീണ്ടും ഞാൻ തുറന്ന് നോക്കി, ഏകദേശമൊക്കെ ആയി വരികയാണ്. പക്ഷേ ഇത് പോരാ, നല്ലവണ്ണം വഴന്നു വരണം. ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ ഭാഗത്ത് ഒക്കെ ഉള്ളൊരു ബിരിയാണിയാണ്. പ്രത്യേകിച്ച് ഞാൻ ബാംഗ്ലൂരിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഒത്തിരി കഴിച്ചിട്ടുള്ള ബിരിയാണിയാണ്. നമ്മുടെ കേരള സ്റ്റൈലിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഈ ബിരിയാണി. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, എങ്കിലും നമ്മൾ എന്നും കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണി കഴിക്കുന്നത് നല്ലതല്ലേ. ആ ഉള്ളി, എൻ്റെ കണ്ണും പോകുന്നു. നല്ലോണം ഇളക്കി കൊടുക്കുക, അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ മൂടിയൊക്കെ മാറ്റി അപ്പുറത്തെ അടുപ്പിൽ ദാണ്ട് വെള്ളം ഉള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പുറത്ത് അരി ഇടാനുള്ള വെള്ളം ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളം ഒരു പ്രത്യേക കാര്യം, ഈ അരി ഞാനൊരു അരമണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിരുന്നു. വെള്ളം തിളച്ചു, ഞാൻ അരി ഇടാൻ പോവുകയാണ്. അരി ഇട്ടു, വെള്ളം ചൂടായി തിളച്ചുടനെ അരി ഇട്ടതിന് ശേഷം അതിനകത്ത് അതിനാവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർക്കേണ്ടതാണ്. അരി നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ച അരിയാണിത്. ആ സമയത്ത് തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി വന്നുകൊണ്ടിരിക്കുന്നു. നല്ലോണം അതൊരു ബ്രൗൺ കളറാകണം. അത് നല്ലോണം കുറച്ച് സമയമെടുത്ത് പതുക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം നല്ലവണ്ണം കണ്ടപ്പോൾ ഒത്തിരി ഉള്ളി ഉള്ളതുപോലെ തോന്നി. ഇപ്പം ദാണ്ട് കുറച്ച് ഉള്ളി മാത്രം ആയിരിക്കുകയാണ്. അത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കുകയാണ്. ആ എണ്ണ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ശരിക്കും വഴറ്റും. ആ സമയത്ത് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കാം. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ല എങ്കിൽ ജിഞ്ചർ ഒരു 150 ഗ്രാമും ഒരു ഗാർലിക് ഒരു 75 ഗ്രാമും എടുത്ത് നല്ലോണം അരച്ച് നമുക്കിതിനകത്ത് ചേർക്കാം. ഒരു പക്ഷേ പച്ചയ്ക്ക് ചേർക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ആയിരിക്കും ഇതിനേക്കാൾ ഇച്ചിരൂടെ ടേസ്റ്റ്. ആരോഗ്യത്തിനും നല്ലത് അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാമെങ്കിൽ അതായിരിക്കും ഇച്ചിരൂടെ ബെറ്റർ. അതിനെ ശരിക്ക് തീ കുറച്ച് വെച്ച് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. നല്ലവണ്ണം സോട്ട് ചെയ്യണം. അതിൻ്റെ കളറൊക്കെ നല്ലവണ്ണം മാറി വന്ന് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പം നോക്കി നിങ്ങൾ ഇതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ലോണമായി. അങ്ങനെ നല്ലതായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ
ദേ ഒരു പീസ് വന്നു. അടുത്ത പീസ് എന്ത് ചെയ്യേ? വാ 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 മക്കളെ. അടുത്ത ചിക്കൻ ടെൻഡൻ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാത്രത്തിലോട് ചാടി വീണുകൊണ്ടിരിക്കുകയാണ് ചിക്കനെല്ലാം ഇട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി അതിനെ നമുക്കൊന്ന് എടുക്കണം. ഇതെന്താ ചിക്കൻ തീരുന്നില്ലേ? എടോ ഇതാണ്ട് ചിക്കൻ വന്നു. ഒരു പ്രശ്നം എനിക്ക് കൊണ്ട് ഈ കൈ കൊണ്ട് ഇളക്കാനായിട്ടാണ് പാട്. ഒരു കയ്യിൽ മൊബൈൽ, ഒരു കയ്യിൽ തവി. ഇത് ഇളക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. ക്യാമറ ഒന്ന് മാറ്റി വെക്കട്ടെ, എന്നിട്ട് വേണം ഇളക്കാൻ. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇടാം. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് പുതിന ഇലയുടെ കൊണ്ട് ഇടണം. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ പുതിന ഇല ഇടാഞ്ഞത്. എനിവേ അതുകൂടെ ഇട്ടാൽ നല്ലതായിരിക്കും കുറച്ചും കൂടി. അങ്ങനെ അതിനുശേഷം നമുക്ക് ഏകദേശം 1/2 കിലോ തക്കാളി, ഏകദേശം ഒരു 3 തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, നമുക്ക് അതിനകത്ത് ചേർക്കാം. തക്കാളി വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ കളറേ മാറിയിരിക്കുകയാണ്, മസാലയുടെ എല്ലാം. ഇപ്പോൾ നല്ല ചുവപ്പായിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നമുക്ക് പതുക്കെ അതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം, എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ട മുളക് പൊടി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. ഞാൻ ഏകദേശം 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറയ്ക്കാം. നമ്മൾ ഓൾറെഡി ഒരു 10 പച്ചമുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. വേറെ പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് ഒരു മസാലയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് നോക്കുക. എരിവ് അത്ര വേണ്ടാത്തവർക്ക് ഇച്ചിരി എരിവ് കുറയ്ക്കാവുന്നതാണ്. ഇതിങ്ങനെ ശരിക്കും ഇളക്കി നമുക്കിതിനെ അടച്ച് വെച്ച് ആദ്യം ഒന്ന് അടയ്ക്കാതെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്കൊരു മൂടി വെച്ച് ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വെക്കണം. അടച്ച് വെച്ച് നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് വേവിക്കണം. ആ സമയം നമുക്ക് അപ്പുറത്ത് അരിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക, അടുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. ശരിക്കും ആ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വരണം. തക്കാളിയൊക്കെ അതിനകത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ വരണം. അങ്ങനെ വീണ്ടും നമ്മൾ അടച്ച് വെച്ചു അതിനെ ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് തൈര്, ഏകദേശം ഞാൻ 3 സ്പൂൺ തൈരാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. തൈരൂടെ ചേർത്ത് ശരിക്കും മിക്സ് ചെയ്യാം. നമുക്ക് ശരിക്കും മിക്സ് ചെയ്ത് മിക്സ് ആകൂ. ഈ ഒരു കൈ മൊബൈൽ ഇരിക്കുന്നുണ്ട്, ഇത് ഇളക്കുന്ന കാര്യമാണ് ഭയങ്കര പാട് കേട്ടോ. ഈ മൊബൈൽ മാറ്റി വെച്ചിട്ട് വേണം ശരിക്കും ഇളക്കാൻ. എന്നെ നല്ലോണം ഇളക്കി വീണ്ടും നമുക്കിതിനെ അടച്ചു വെക്കണം. അടച്ചു വെച്ച് കുറച്ച് നേരം കൊണ്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് നമുക്കിത് മൊത്തത്തിൽ വെന്ത് കിട്ടണം. കാരണം ചിക്കൻ നല്ലവണ്ണം വേകണം, എങ്കിലേ ഒരു ഇത് നമുക്ക് ശരിയാകത്തുള്ളൂ. അതുപോലെ ഈ ഗ്രേവി ഇപ്പോൾ ഇതിനകത്ത് ചിക്കനിൽ ഇതിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അതും നമുക്ക് പറ്റിക്കിട്ടണം. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരികയും വേണം നമുക്കിത്. നമുക്ക് വീണ്ടും ഇത് നമുക്ക് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. വീണ്ടും തുറന്നു. അയ്യോ, ആഹാ, എന്തൊരു മണം! എൻ്റെ ചെറുക്കനും നല്ല മണം കിട്ടിയെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ നല്ലോണം ഇളക്കുക. ആ ഗ്രേവി നമുക്ക് നല്ല തിക്കായി വരണം. കുറച്ച് അടച്ച് വെക്കുക. നല്ലോണം തിളച്ച് ഇതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഈ ചിക്കൻ മസാല റെഡി ആയിരിക്കുകയാണ്. അതാണ്ട് ചിക്കൻ്റെ ഗ്രേവിയൊക്കെ പറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇപ്പം തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അസാധ്യ ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്കെടുത്തിടാം. ഈ ചിക്കൻ വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോറൊക്കെ ഊറ്റിയായിരുന്നു. ആ ചോറ് നമുക്കിതിനകത്തോട്ട് ചേർക്കാം. ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് പതുക്കെ ആ ചോറിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആ ചിക്കൻ മസാലയുമായിട്ടെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലവണ്ണം യോജിപ്പിക്കുക. അരി പൊടിഞ്ഞു പോകാതെ ഒക്കെ വേണം. ചോറ് നമ്മളൊരു 90% വേവിച്ചിരുന്നത്. അതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട. എങ്കിലും ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മളിത് ഇളക്കാൻ വേണ്ടി. നല്ലവണ്ണം ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇനിയാണ് അതിനകത്ത് കാര്യം ഇരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ഒരു നാരങ്ങ പിഴിഞ്ഞതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
നാരങ്ങ പിഴിഞ്ഞാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. നിങ്ങൾ കണ്ടില്ല, അത് ഞാനും കണ്ടില്ല, പക്ഷെ ഒഴിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം അവിടെ. അതിനുശേഷം നമുക്കൊരു 2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. കാരണം നമ്മളിതിനകത്ത് വേറെ മസാല, ഗരം മസാലകളോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതിനകത്ത് നെയ്യും നാരങ്ങയാണ് ലാസ്റ്റ് നമ്മളിതിനകത്ത് ചേർക്കുന്നത്. ആ സ്പൂൺ അത് വിട്ടുപോരുന്നില്ല. നെയ്ക്ക് ആ സ്പൂണിനോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ. അതിനുശേഷം നമുക്ക് ഒരു നിങ്ങളുടെ ഇരുമ്പിൻ്റെ തവയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാസിലെടുത്ത് വെക്കുക. നമ്മളത് ദം ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം അത് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഇതിനെ ദം ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പം ഫോയിൽ പേപ്പർ വെച്ചാണ് ഞാൻ ദം ചെയ്യുന്നത്. നമ്മുടെ ഇതാണ്ട് ആ തവയുടെ മേളിൽ വെച്ചിരിക്കുന്ന ബിരിയാണിയാണിത്. ദം ചെയ്ത് വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബിരിയാണി നമുക്ക് പൊട്ടിക്കാലോ. വാവ്, ആഹാ, എന്ത് നല്ല ബിരിയാണി. നമുക്കിതൊന്ന് അടിയിൽ നിന്ന് ഇളക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആ ഗ്രേവി എല്ലാം പറ്റി നല്ല സൂപ്പർ ബിരിയാണി റെഡിയായിരിക്കുകയാണ്. നല്ല സൂപ്പർ ബിരിയാണി റെഡി. ഇനി നമുക്ക് പതുക്കെ ഇത് പാത്രത്തിലോട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്ത് നോക്കാം. ദം ചെയ്ത് 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ വെറുതെ വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഇത് വിളമ്പിയത്. പ്ലേറ്റിൽ വന്നു. ഇനിയും കഴിക്കണം. നിങ്ങൾക്ക് വേണോ? ഇന്നാ പിടിച്ചു, നിങ്ങൾക്കുള്ള ഒരു പ്ലേറ്റ് ബിരിയാണി റെഡി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.